ഏത് ഡ്രാമ പുതിയതായിട്ട് തുടങ്ങും എന്ന് ആലോചിച്ച് തല പുകച്ചിരിക്കുകയായിരുന്നു. കുറച്ച് രസകരമായ കഥയും വേണം, ഒപ്പം തന്നെ നമുക്ക് കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫാന്റസി റൊമാൻസും ത്രില്ലറും ഒക്കെ ഉള്ള ഒരു കഥ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തപ്പി 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 കമന്റ് ബോക്സിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഡ്രാമയാണ് ഇന്ന് നമ്മൾ തുടങ്ങാനായി പോകുന്നത്. ഈ ഒരു ഡ്രാമ എനിക്ക് മനസ്സിനെ പിടിക്കാനായിട്ട് വേറെ ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ കണ്ടിരുന്നില്ലേ സ്പീഡ് ആൻഡ് ലവ് എന്ന രസകരമായ ഒരു റൊമാൻറ്റിക് ആയ ഡ്രാമ. ആ ഡ്രാമയിലെ നമ്മുടെ കഥാനായകനാണ് ഇതിലെയും കഥാനായകൻ. പുള്ളിയെ പക്ഷെ നമ്മൾ അതില് ഭയങ്കര ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു മോഡേൺ പയ്യനായിട്ടാണ് കണ്ടതെങ്കിൽ ഇത്തവണ കംപ്ലീറ്റ് വേറെ ഒരു ഗെറ്റപ്പിലാണ് ആള് വന്നിരിക്കുന്നത്. അപ്പോ എങ്ങനെ കാണാനല്ലേ? അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഥ തുടങ്ങുന്നത് തന്നെ പാതിരാത്രി രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായ പ്രശ്നം നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ നാട്ടിലെ അക്കാലത്തെ മികച്ച രണ്ട് കുടുംബങ്ങളായിരുന്നു ഗോ ഫാമിലിയും ഫാൻ ഫാമിലിയും. ഈ സമയത്ത് ഇവർക്കിടയിലെ കുറെ നാളായി തന്നെ അധികാരത്തിന്റെ പേരിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഫാൻ ഫാമിലിയുടെ ആർമി ഗോ ഫാമിലിയിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ സമയത്ത് ആ ഒരു ആക്രമണം തനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം മുന്നിട്ട് നടത്തുന്നത് പ്രിൻസ് സിൻ ആണ്. സിൻ അങ്ങനെ ഗോ ഫാമിലിയിലെ എല്ലാവരെയും തന്നെ കൊന്നുകളയുന്നുണ്ട്. പക്ഷെ ആ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയുടെ ജീവൻ മാത്രം അവശേഷിപ്പിക്കുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, ഈ സിന്നിന്റെ വൈഫായ ക്വിങ്ഷിയാണ്. അതുകൊണ്ടാണ് അവളുടെ ജീവൻ എടുക്കാതെ ബാക്കി എല്ലാവരും തന്നെ ആ കുടുംബത്തിൽ നിന്ന് അപ്പാടെ ഇപ്പൊ തുടച്ചു നീക്കിയിരിക്കുന്നത്. അങ്ങനെ തന്റെ ഭർത്താവ് തന്നെ മാത്രം ജീവനോട് അവസാനിപ്പിച്ചത് പക്ഷെ ക്വിങ്ഷിയെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം അവരുടെ കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ താനും ജീവിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ക്വിങ്ഷി പക്ഷെ തന്റെ കുടുംബത്തിന്റെ ജീവൻ എടുത്തവർ സുഖിച്ച് ജീവിക്കരുത് എന്ന ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് സ്വയം വിഷം കുടിച്ച് മരിക്കും മുന്നേ തന്റെ കുടുംബത്തെ കൊന്ന ആളുകൾ തന്നെ തന്നെയും കൊന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ വിഷം കുടിച്ച് ക്വിങ്ഷിയും മരിക്കുന്നു. മരിച്ച ക്വിങ്ഷിയുടെ ആത്മാവ് എങ്ങോട്ടേക്കോ പോകുന്നത് നമുക്ക് കാണാം. ആ ആത്മാവ് അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു പാലത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതേ ടീം തന്നെ മറ്റൊരിടത്ത് ഒരു പ്രിൻസസും കൂടി ഉണ്ടായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ അങ്ങനെ രാജകുടുംബത്തിൽ ജനിച്ച പ്രിൻസസ് ആയ ഒരു പെൺകുട്ടിയല്ല, മറിച്ച് അവളുടെ അച്ഛൻ വലിയൊരു കമാൻഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പദവിയുടെ അംഗീകാരമായി ഒരു കമാൻഡറി പ്രിൻസസ് ആയാണ് അദ്ദേഹത്തിന്റെ മകൾ മാറിയിരിക്കുന്നത്. അവളുടെ പേര് ഷെൻസി എന്നാണ്. മുന്നേ മരണപ്പെട്ട യഥാർത്ഥ പ്രിൻസസിന്റെ പേര് ക്വിങ്സി എന്നും ഈ പെൺകുട്ടിയുടെ പേര് ഷെങ്സി എന്നുമാണ്. ഷെങ്സി അങ്ങനെ ഒരു ഷിപ്പില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ റോയൽ ഫാമിലിയിലെ പ്രിൻസസിന്റെ സ്റ്റാറ്റസിന് തൊട്ടു താഴെയാണ് കമാൻഡറി പ്രിൻസസിന്റെ റോയൽ സ്റ്റാറ്റസ് ഉള്ളത്. അതായത് റോയൽ ഫാമിലിയുമായി യഥാർത്ഥ ബന്ധമല്ല, പക്ഷെ ഇപ്പോ അവരുമായി അടുത്ത് നിൽക്കുന്ന ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ ഫാമിലിയിലുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു പദവിയാണ് കമാൻഡറി. റോയൽ ഫാമിലിയിലുള്ള ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഷെൻസി ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ തന്റെ സമ്മതമില്ലാതെ തന്നെ ഒരു പ്രിൻസിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കും. കാരണം രാജകുടുംബം ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ രാജകുമാരന്മാർ തീർച്ചയായും ഉണ്ടാകുമല്ലോ. അതിൽ ഒരാൾ തീർച്ചയായും തന്നെ കല്യാണം കഴിക്കണം എന്നതാണ് രാജകൽപ്പന. തന്റെ അച്ഛനും അതാണ് ആഗ്രഹിക്കുന്നത് എന്നറിയാവുന്ന അവൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോഴേക്കും ഷെൻസിയുടെ അടുത്തുള്ള ഒരു തോഴി സമാധാനിപ്പിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ അത്രയും നേരം സ്നേഹത്തെ സംസാരിച്ചിരുന്ന തോഴി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് അവരുള്ള ആ ഒരു ഷിപ്പിൽ നിന്ന് ഷെൻസിയെ ആ തണുത്ത് മരവിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആ ഇരുട്ടത്ത് തള്ളിയിടുകയാണ്. വെള്ളത്തിലേക്ക് അവൾ വീഴുമ്പോഴേക്കും അവളുടെ ബോധം മറയുന്നു. അവൾക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും മുന്നേ നമ്മൾ കണ്ടില്ല മനോഹരമായ ഒരു സ്ഥലവും അവിടെയുള്ള പാലവും ക്വിങ്സിയുടെ ആത്മാവിനെ നമ്മൾ കണ്ട അതേ പാലം, അവിടേക്ക് തന്നെ ഷെൻസിയും ഇപ്പോൾ എത്തുന്നു. ഷെൻസിയെ ക്വിങ്സി തൊടുമ്പോഴേക്കും അവളുടെ ആത്മാവ് ഷെൻസിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതായും നമുക്ക് കാണാം. അതിനുശേഷം ഷെൻസിയെ വീണ്ടും കാണുമ്പോഴേക്കും വെള്ളത്തിൽ വീണവൾ ഇപ്പോ കരക്കടിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ഇതേ സമയം തന്നെ ഇമ്മോർട്ടൽ വൈൻ എന്ന ഒരു സാധനം കുറച്ച് കൊള്ളക്കാര് കടത്തിക്കൊണ്ടു പോകാനായി ശ്രമിക്കുന്നതറിഞ്ഞ് ആ നാട്ടിലെ ക്രൗൺ പ്രിൻസ് ആയ യോങ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. യോങ്ങിന്റെ കൂടെ സഹായിയായ ടിയാനും ഉണ്ടായിരുന്നു. ആ കൊള്ളക്കാരുടെ അടുത്ത് അത് തങ്ങൾക്ക് വേണമെന്ന് യോങ് ആവശ്യപ്പെടുമ്പോ, നീ മറ്റേ ആ ഒരു അസുഖം പിടിച്ച് ചാവാനായി കിടക്കുന്ന ആ രാജകുമാരനല്ലേ, നീ ചോദിച്ചാൽ ഞങ്ങൾ തരാനായി പോകുന്നു പറഞ്ഞ് യോങ് വളരെ വീക്കായ ഒരാളാണ്, അവൻ തുമ്മിയ തെറിക്കുന്ന ഒരാളാണ് എന്ന രീതിക്ക് ഒരു സംസാരം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പുച്ഛത്തിൽ ആ കൊള്ളക്കാർ ഇവൻ തങ്ങളെ എന്ത് ചെയ്യാനാണെന്ന് മട്ടിൽ സംസാരിക്കുമ്പോൾ ടിയാൻ അതിൽ ഇടപെടും മുന്നേ യോങ് തന്നെ അവർക്കുള്ള മറുപടി അവന്റെ മാർഷൽ ആർട്സ് സ്കിൽ അവിടെ പ്രകടിപ്പിച്ച് നൽകുന്നുണ്ട്. എന്തായാലും അതിലൂടെ കൊള്ളക്കാർ ഒരു പാഠം പഠിച്ചെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന യോങ്ങിന് വേണ്ട ആ ഒരു ഇമ്മോർട്ടൽ വൈൻ വെള്ളത്തിലേക്ക് വീഴുന്നു. തുടർന്ന് അതെടുക്കാനായി വെള്ളത്തിലേക്ക് ചാടുന്ന യോങ് പിന്നീട് കരയിലേക്ക് എത്തുമ്പോഴേക്കും അവൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുന്നേ ഷെൻസി കരക്കടിഞ്ഞ അതേ ഒരു സ്ഥലത്താണ്. അവിടെ എത്തുന്ന യോങ് അവിടെ കരക്കടിഞ്ഞു കിടക്കുന്ന ഷെൻസിയെ കാണുകയും എന്താ ഇതെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുകയും ചെയ്യുന്നു. അടുത്ത് ചെന്ന്
നോക്കുമ്പോ കഴുത്തിൽ കിടക്കുന്ന ആ ജെയ്ഡ് പെൻഡന്റ് വഴി അവളൊരു സാധാരണ പെൺകുട്ടിയല്ല, ഒരു കമാൻഡറി പ്രിൻസസ് ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ എങ്ങനെയാണ് ഇവിടെ വന്നു പെട്ടതെന്ന് അറിയില്ല. പക്ഷെ അവള് വളരെ വീക്കായിരിക്കാണ്. അവളെ ഇപ്പൊ മരണത്തിൽ നിന്ന് സേവ് ചെയ്യണമെങ്കിൽ തന്റെ കയ്യിലുള്ള ഈ ഒരു ഇമ്മോർട്ടൽ വൈൻ തന്നെ വേണമെന്ന് മനസ്സിലാക്കി അത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും കയ്യിലുള്ള ആ ഇമ്മോർട്ടൽ വൈൻ്റെ സഹായത്തോടു കൂടി അപകടം സംഭവിച്ച ഷെൻസി ഇപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും അവളുള്ളത് അവളുടെ തന്നെ ശരീരത്തിലാണെങ്കിലും അവളുടെ ശരീരത്തിലുള്ള ആത്മാവ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ മരിച്ചതായി കണ്ട രാജകുമാരി ഉണ്ടല്ലോ ക്വിൻസിയുടെ സോളാണ്. അവളിപ്പോ എത്തി നിൽക്കുന്നത് അവൾ എവിടെ വെച്ചാണോ മരിക്കാനായി വിഷം കഴിച്ച അതേ കൊട്ടാരത്തിൽ തന്നെയാണ്. അവിടെ അവൾക്ക് ചുറ്റും ഇപ്പൊ അവളുടെ മെയ്ഡ്സും ഉണ്ട്. അവളുടെ ചുറ്റിനുമുള്ളവർക്ക് അകത്തുള്ള സോളിനെ പറ്റി അറിയില്ലല്ലോ. അവർക്ക് രൂപം കൊണ്ട് ഇത് ഷെൻസിയാണ്. ഷെൻസി പെട്ടെന്ന് അന്തം വിട്ടിരിക്കുമ്പോഴേക്കും മെയ്ഡ്സ് അവളോട് പതിയെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ. അവൾ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണു എന്നതല്ലേ ഇവർക്ക് അറിയുള്ളൂ. എന്തായാലും ആ ടീം ഗോ ഫാമിലിയെ പറ്റിയും തന്റെ ഹസ്ബൻഡ് ആയിരുന്ന ആളെ പറ്റിയും ഒക്കെ പതിയെ അവൾ തിരക്കുന്നുണ്ട്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചാൻസലർ എന്ന രാജപദവിയെ പറ്റിയൊക്കെ പറഞ്ഞാണ് തിരക്കുന്നത്. ഈ ടീം ഗോ ഫാമിലിയെ മൊത്തത്തിൽ കൊന്ന ഫാൻ ഫാമിലിക്കും പിന്നീട് അവരുടെ നാശം നേരിടേണ്ടി വന്നു. ആ കുടുംബവും നശിച്ചു പോയെന്ന കാര്യം മെയ്ഡ് വഴി അറിയുമ്പോൾ താൻ എന്തിനു വേണ്ടിയാണോ ആത്മഹത്യ ചെയ്തത് ആ കാര്യം നടന്നു എന്നത് അവൾക്ക് സമാധാനമാവുന്നുണ്ട്. എന്തായാലും തന്റെ ശത്രുക്കളൊക്കെ താൻ ആഗ്രഹിച്ച കണക്ക് തന്നെ തന്റെ കുടുംബത്തെ ഇല്ലാണ്ടാക്കിയിട്ട് പിന്നീട് ജീവിക്കാൻ സാധിക്കാതെ അവരും നശിച്ചു എന്നറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് എവിടെയോ മിസ്സായ കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. ഇതേ ടീം മുന്നേ ഷിപ്പിൽ നിന്ന് ഷെൻസിയെ തള്ളിയിട്ട അവളുടെ ഒരു മെയ്ഡ് ഉണ്ടല്ലോ, ആ മെയ്ഡിന്റെ പേര് ഉറക്കെ ആക്രോശിക്കുന്ന ഷെൻസി അവളെ വേഗം പിടിച്ചോണ്ട് വരാനായി ആവശ്യപ്പെടുന്നുണ്ട്. അവളെ ഞാൻ വെറുതെ വിടില്ലാന്ന് ആക്രോശിക്കുമ്പോൾ തന്നെ കൂടെ നിന്ന് കൊല്ലാൻ നോക്കിയ ആ മെയ്ഡിനെ വെറുതെ വിടരുത് എന്ന ആ ഒരു ചിന്ത ഇപ്പൊ ക്വിൻസിയുടെ ആത്മാവും കൂടി ശരീരത്തിലുള്ള ഷെൻസിക്ക് ഫീൽ ആവുന്നുണ്ട്. ഷെൻസി അതുകൊണ്ട് തന്നെ ഭയങ്കര അഗ്രസീവായി അവിടെ ആ പേര് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ കൂടെയുള്ള മെയ്ഡ്സ് അത് കണ്ട് ആകെപ്പാടെ അന്തം വിട്ടു പോവാണ്. കാരണം അവർക്കറിയാവുന്ന ഷെൻസി വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. ഇങ്ങനൊന്നും ബഹളം വെക്കുന്ന ഒരു പെൺകുട്ടിയെ അല്ല. കൂടാതെ മെയ്ഡ് തന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയ കാര്യമാണല്ലോ. ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ യോങ്ങിനെയും അസിസ്റ്റന്റ് ടിയാനെയും കാണുമ്പോൾ മുന്നേ ആ കൊള്ളക്കാര് പറഞ്ഞ കണക്ക് തന്നെ യോങ് ഒരു വീക്കായ ആള് തന്നെയാണ്. അതിന് കാരണം അവന്റെ ശരീരത്തിലുള്ള ഒരു ക്രോണിക് വിഷമാണ്. ആ വിഷം അവന്റെ അവയവങ്ങളെ ബാധിച്ച് യോങ് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് യോങ്ങിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഇമ്മോർട്ടൽ വൈൻ അന്വേഷിച്ച് മുന്നേ അവർ പോയത്. അത് യോങ്ങിന് കൈക്കലാക്കാൻ സാധിച്ചിരുന്നെങ്കിലും അവനത് പിന്നീട് ബോധമില്ലാത്ത അവസ്ഥയിൽ കണ്ട ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾക്കത് കൊടുത്ത് ഇങ്ങ് പോന്നിരുന്നല്ലോ. എന്തായാലും ഇതിപ്പോ അവന്റെ കയ്യിൽ ഇല്ല എന്നറിയുന്ന ടിയാനിന് ഭയങ്കര നിരാശ. അതങ്ങനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒരു വിഷത്തെ ഇല്ലാണ്ടാക്കാനല്ലേ. ഇപ്പൊ കഴിക്കുന്ന ഈ മരുന്നുകൾക്ക് അധികം പവർ ഇല്ല, അറിയാലോ. ആ ഒരു ഇമ്മോർട്ടൽ വൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഷത്തെ അപ്പാടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ അധികം വൈകാതെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നെല്ലാം പറയുമ്പോ സാരമില്ലെന്നേ, ഇനിയും അത് നേടാവുന്നതല്ലേ ഉള്ളൂ എന്ന് മട്ടിലായിരുന്നു യോങ്ങിന്റെ നിൽപ്പ്. അവനത് ആ പെൺകുട്ടിക്ക് കൊടുത്ത് അവളുടെ ജീവൻ രക്ഷിച്ചതിൽ യാതൊരു നിരാശയില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഷെൻസിയെ കാണുമ്പോൾ അവളാകട്ടെ കണ്ണാടിയിൽ നോക്കി അവളുടെ സോൾ വേറെ, അവളുടെ സോൾ എത്തിയിരിക്കുന്ന ആ ഒരു ശരീരം, ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ സത്യത്തിൽ അവൾക്കിപ്പോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഒരിക്കലും തനിക്ക് ഇങ്ങനെ ഒരു പുനർജന്മം കിട്ടും, മറ്റൊരു ശരീരം തന്റെ സോളിന് വീണ്ടും കണ്ടെത്താൻ സാധിക്കും എന്നൊന്നും കരുതിയല്ലല്ലോ അവളെന്ന് ആത്മഹത്യ ചെയ്തത്. തന്റെ കുടുംബത്തെ നശിപ്പിച്ചവർ ഇല്ലാണ്ടാവണം എന്നൊരൊറ്റ ചിന്തയെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇപ്പൊ തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം പാഴാക്കരുത്, നന്നായി ജീവിക്കണം, ആരുടെയും അടിമയാവരുത്, ആരും കീ കൊടുക്കുമ്പോൾ അനങ്ങുന്ന ഒരു പാവയാവരുത് താൻ, തന്റെ മുൻജന്മത്തിലെ കണക്കാവരുത് താൻ ഇപ്പോഴെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പണ്ടേ ക്വിൻസി സെന്റഡ് ആയിട്ടുള്ള സാമ്പ്രാണി കണക്കത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഷെൻസി അതേ കണക്കിരുന്ന് ഉണ്ടാക്കുന്നതൊക്കെ കാണുന്ന മെയ്ഡ്സ് ആകട്ടെ ഇതിപ്പോ എവിടുന്ന് പഠിച്ചു, ഇത്രയും നാൾ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നല്ലോ, വെള്ളത്തിൽ വീണപ്പോഴേക്കും ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്ന മട്ടില് അന്തം വിട്ടു പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഷെൻസിക്കാകട്ടെ കണ്ണു തുറന്നപ്പോ അവളുടെ കയ്യിൽ ഒരു വ്യത്യസ്തമായ പൂ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ പൂവാണ് യഥാർത്ഥത്തിൽ യോങ് മുന്നേ അവൾക്ക് കൊടുത്ത് അവളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഇമ്മോർട്ടൽ വൈൻ. പക്ഷെ ഇത് എങ്ങനെ തന്റെ കയ്യിലെത്തി എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. മയക്കത്തിലായിരുന്നല്ലോ. എന്തായാലും അത് അവൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആരോ അവൾക്ക് കൊടുത്തതാണ്, എന്നാൽ അത് ആരാണെന്ന് അവൾക്ക് അറിയില്ല. എന്തായാലും അപ്പോഴേക്കും കൊട്ടാരത്തില് ഒരു തോഴിയോട് അവിടെയുള്ള ഒരാൾ വളരെ മോശമായി പെരുമാറി എന്നൊരു പ്രശ്നം നടക്കുകയും ഷെൻസി അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഷെൻസി അയാളെ തക്കതായി തന്നെ അതിനെ ശകാരിക്കുകയും അയാൾ ഒരു കൂസലില്ലാണ്ട് എന്നെ എന്ത് ചെയ്യാനാണെന്ന മട്ടില് വളരെ ധൈര്യപൂർവ്വം നിൽക്കുമ്പോൾ തന്റെ അസിസ്റ്റൻസിനെയും കൂട്ടി അയാളുമായി ഒരു മലമുകളിലേക്ക് അവൾ ചെല്ലുകയും ചെയ്യുന്നു. അയാളുടെ കയ്യിൽ മുന്നേ ഷെൻസി തയ്യാറാക്കിയ ആ ഒരു സാമ്പ്രാണി നൽകുന്നുണ്ട്. അതിനൊരു പ്രത്യേക വാസനയുണ്ടായിരുന്നു. എന്തായാലും അത് നൽകിക്കൊണ്ട് അയാളോട് വീണ്ടും അയാൾ ചെയ്ത തെറ്റിനെ പറ്റി ഷെൻസി സംസാരിക്കുമ്പോൾ അയാൾ അപ്പോഴും അഹങ്കാരത്തിൽ തന്നെയാണ്. ഈ ടീം വാളെടുത്തവൾ അയാൾക്ക് നേരെ ഓങ്ങി ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു അയാളുടെ ശരീരത്ത്. വേദനിക്കുന്നുണ്ടല്ലേ? ഈ ഒരു ചെറിയ മുറിവിന് തന്നെ നിങ്ങൾക്ക് ഇത്രയും വേദനിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു കാര്യങ്ങള് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നവൾ എന്തായാലും നിങ്ങളെ വെറുതെ വിടില്ല. 2 ഓപ്ഷൻ തരാം, ഒന്ന് തിരഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ ഈ മലമുകളിൽ നിന്ന് നിങ്ങൾ സ്വയം ചാടണം, അല്ലെങ്കിൽ എന്റെ ആളുകൾ നിങ്ങളെ
മൃഗങ്ങളെ തള്ളിയിടും. എന്താണ് വേണ്ടതെന്ന് അവൾ തിരക്കുമ്പോഴേക്കും ഒരാൾ തള്ളിയിടുമ്പോൾ അതിന്റെ ആഘാതം കൂടുമല്ലോ, അതിലും നല്ലത് താൻ തന്നെ ചാടി തൽക്കാലം രക്ഷപ്പെടുന്നതാണെന്ന് അവൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ അവൾ പറയുമ്പോൾ ഒരു പേടിയില്ലാത്ത രീതിക്കായിരുന്നു അയാൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ പഴയ ഷെൻസി അല്ല, അവൾ ആളാകെ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാകാം അയാൾക്ക് നന്നായി പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം ചാടാം, അതാകുമ്പോ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഒരു സാധ്യത കാണും, തട്ടിമുട്ടിയ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന തോന്നുന്ന അയാൾ അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്കധികം ആഴവും ഇല്ല, അതുകൊണ്ട് കോൺഫിഡൻസിൽ അയാൾ ചാടുന്നുണ്ടെങ്കിലും ചാടിയ ഉടനെ അയാൾ ഭയങ്കരമായി അലറി വിളിക്കുന്നതും കുറച്ച് കാട്ടുമൃഗങ്ങളുടെ ശബ്ദവുമാണ് ഇവർ കേൾക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, മുന്നേ കൊടുത്ത ആ ഒരു സാമ്പ്രാണിയിൽ ഒരു വ്യത്യസ്തമായ വാസന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാട്ടുമൃഗങ്ങളെ ആകർഷിക്കുന്ന ഒരു വാസന അതിൽ ഇൻഫ്യൂസ് ചെയ്ത് അത് ഇയാളുടെ കയ്യിൽ കൊടുത്ത് അതുവഴി ഇയാൾ ചാടുമ്പോൾ ആ മൃഗങ്ങൾ ആകൃഷ്ടരായി അങ്ങോട്ടേക്ക് എത്തി ഇയാളെ ആക്രമിച്ചു കൊല്ലണം, ഇയാൾ എത്ര രക്ഷപ്പെടാൻ നോക്കിയാലും രക്ഷപ്പെടാൻ സാധിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തിലാണ് അത്തരം ഒരു ശിക്ഷ അയാൾക്ക് ഷെൻസി കൊടുത്തത്. എന്തായാലും അയാളുടെ കഥ അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഷെൻസിക്ക് ഈ സാമ്പ്രാണി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു ഹോബി അല്ല, അവൾക്ക് അത് പ്രതികാരം വീട്ടാനായിട്ടുള്ള ഒരു വഴി കൂടിയാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തായാലും പിങ്സി കഥയുടെ തുടക്കത്തിൽ മരിക്കുന്നതിന് മുന്നേ അവളുടെ വെറും ഒരു മരണമല്ല, അവളെ തന്റെ കുടുംബക്കാരെ കൊന്ന കണക്ക് തന്നെ കൊന്നതാണ് എന്ന് നാലാളെ അറിയിക്കാൻ വേണ്ടിയും അതുവഴി ഫാൻ ഫാമിലിക്ക് തക്കതായ ശിക്ഷ കിട്ടാൻ വേണ്ടിയും അന്നും പിങ്സി ഉപയോഗിച്ചിരുന്നത് അവൾ ഉണ്ടാക്കിയ സാമ്പ്രാണി തന്നെയായിരുന്നു. എന്തായാലും അയാൾ മരിച്ചു എന്ന കാര്യം അറിഞ്ഞ് ഷെൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന തോഴിമാരും ബാക്കിയുള്ളവരും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഷെൻസി അങ്ങനെ ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ഒരു ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നില്ല. അയാൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും. പക്ഷെ ആ വെള്ളത്തിൽ വീണ് തിരിച്ചെത്തിയ ശേഷം ഷെൻസി ആകെപ്പാടെ മാറിയിരിക്കുന്നു എന്നത് അവർക്ക് വ്യക്തമാവുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ആർക്കും ഒരു പിടുത്തവും. ഇതേ ടീമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ക്രൗൺ പ്രിൻസ് യോങ്ങും അസിസ്റ്റന്റ് ടിയാനും കാണുന്നുണ്ടായിരുന്നു. അവരാകട്ടെ ആ ഇമ്മോർട്ടൽ വൈൻ തിരിച്ചു മേടിക്കാനായി ആ പെൺകുട്ടി അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ എത്തുകയും ഈ കാഴ്ചകൾ കാണുകയും ചെയ്യുന്നത്. ഇത്രയും ക്രൂരായ ഒരു പെൺകുട്ടിക്കാണോ ആ ഒരു ഇമ്മോർട്ടൽ വൈൻ കൊടുത്ത് അവളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ടിയാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഒരു പാവം പെൺകുട്ടിയെ കണ്ടു, അവൾ ജീവന് വേണ്ടി പോരാടുന്നത് കണ്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് താൻ കൊടുത്തതാണെന്നൊക്കെ യോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഈ കാഴ്ചകൾ കണ്ട് യോങ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ യോങ് രക്ഷപ്പെടുത്താൻ നോക്കി ആ പെൺകുട്ടി എന്ന് പറഞ്ഞു ടിയാൻ സംസാരിക്കുമ്പോൾ യോങ് തന്നെ അന്തം വിട്ടു പോകുന്നുണ്ട്. ആ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടപ്പോ ഒരു പാവം പെണ്ണാണ് എന്ന് കരുതിയാണ് താൻ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അവൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആളുകളെ കൊല്ലുന്ന ഒരാളാണോ എന്ന് അവൻ ആകെ അന്തം വിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് സാധാരണ ഒരു പെണ്ണോ അല്ലെങ്കിൽ എല്ലാരും കരുതുന്ന കണക്ക് ഷെൻസിയോ അല്ല, അവളുടെ ഉള്ളിൽ ഒരു പ്രതികാരദാഹിയായ സോൾ ഉണ്ട് എന്നത് ആർക്കും അറിയില്ലല്ലോ. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. എപ്പിസോഡ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ.